21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ഓപ്ഷൻ 2 ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ഓപ്ഷൻ 3 ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. ഓപ്ഷൻ 4 ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇതിലെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ബാക്കിയുള്ളവ നോക്കാം. രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമാണ് എന്നല്ല, രാഷ്ട്രപതി പാർലമെന്റിലെ ഒരു ഭാഗമാണ്. അതുപോലെ ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരം പുറപ്പെടുവിക്കാൻ കഴിയില്ല. രാഷ്ട്രപതിയാണ് വീറ്റോ അധികാരം പുറപ്പെടുവിക്കുന്നത്. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട വയസ്സ് 35 വയസ്സാണ്. മിനിമം 35 വയസ്സായിരിക്കണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആവശ്യമുള്ളത്. 22ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ്. ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് തെറ്റായത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ നൽകിയിരിക്കുന്നത് 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് എന്നാണ്. എന്നാൽ 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് എന്നാണ് ശരിയായ പ്രസ്താവന. ബാക്കി എല്ലാ മൗലിക കടമകളെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, അതുപോലെ ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഇവിടെ 4 ഓപ്ഷൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാര്. അതുപോലെ നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ബാക്കി 2ഉം തെറ്റായ പ്രസ്താവനകളാണ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഇവിടെ 4 ഉപരാഷ്ട്രപതിമാരെ പേര് നൽകിയിരിക്കുന്നു. ഇവരെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ജഗ്ദീപ് ധൻകർ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി വി ഗിരിയാണ് തന്നിരിക്കുന്നവയിൽ. രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനാണ്. മൂന്നാമത്തെ ഉപരാഷ്ട്രപതി മുഹമ്മദ് ഹമീദ് അൻസാരി. 4ാമത് ജഗ്ദീപ് ധൻകർ. അപ്പോൾ രാഷ്ട്രപതിമാരെ കുറിച്ചും ഉപരാഷ്ട്രപതിമാരെ കുറിച്ചുമുള്ള ഒരു അറിവും ധാരണയും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. 25ാമത്തെ ചോദ്യം റിട്ടുകളെ കുറിച്ചാണ്. അത് നമുക്കറിയാം പ്രധാനമായിട്ടും 5 റിട്ടുകൾ ഉണ്ട്. ഇതിൽ 4 റിട്ടുകൾ നൽകിയിരിക്കുന്നു. അതിന്റെ മീനിങ്ങുകളാണ് അടുത്ത ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവയെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. മാൻഡമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധനം എന്നാണ് അർത്ഥം. അതുപോലെ കോ വാറന്റോ എന്നാൽ എന്ത് അധികാരത്തിൽ. 26ാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയും അതിന്റെ സഹോദര സ്ഥാപനങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളും ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നാൻ ഗാനക്കാരനായിരുന്നു. അതുപോലെ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. 27ാമത്തെ ചോദ്യം. ഇത് ഓപ്ഷൻസ് ഇല്ല, സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ചോദ്യമാണ്. ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലറിയാം നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾക്കാണ് ഓപ്ഷൻസ് മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഉത്തരം എഴുതുക. എളുപ്പമുള്ളതാണെങ്കിലും നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് 27ാമത്തത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ.
28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇവിടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, അതുപോലെ സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ പെടുന്നതാണ് വിൽപ്പന നികുതി. അതുപോലെ അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. കേന്ദ്ര സർവീസിൽ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയും. 29ാമത്തെ ചോദ്യം നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവന മൂന്നാമത്തേതാണ്. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1990 ആണ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1993 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ബാക്കിയുള്ളവയെല്ലാം ശരിയാണ്. 11ാം പട്ടികയാണ് ഇതുമായി ബന്ധപ്പെട്ട പട്ടിക. അതുപോലെ സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തത് ഈ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. 30ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഓപ്ഷൻ ഡി ആണ് ശരി. 1, 2, 3 ശരി. 1957 മുതൽ 1991 വരെയുള്ള ഇ.കെ. നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ. ചന്ദ്രശേഖരൻ. ശരിയാണ്. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി.കെ. അബ്ദുൾ റബ്ബ്. പട്ടം പിള്ളയുടെ മന്ത്രിസഭയിലെ ആർ. ശങ്കർ ആയിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ആർ. ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ല പട്ടം പിള്ളയുടെ മന്ത്രിസഭയിൽ. 31ാമത്തെ ചോദ്യം നോക്കാം. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തേതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയെല്ലാം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്താണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. അതുപോലെ ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. 32ാമത്തെ ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതില് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അവ ഏതെല്ലാമാണെന്ന്. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ഇവയെല്ലാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികളാണ്. 33ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതുമായി റിലേറ്റ് ചെയ്ത വകുപ്പുമായിട്ട് ചേരുമ്പടി ചേർക്കാനാണ് ചോദ്യം. 33ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ധനകാര്യ കമ്മീഷൻ നമുക്കറിയാം 250ാമത്തെ വകുപ്പാണ്. സ്വത്തവകാശം വകുപ്പ് 300A ആണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61ാം വകുപ്പിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ ഹൈക്കോടതി റിട്ട് അധികാരം 226ാം വകുപ്പാണ്. നമുക്കറിയാം സുപ്രീം കോടതി റിട്ട് പിറപ്പിക്കാനുള്ള അധികാരം 32ാം വകുപ്പ് പ്രകാരമാണ്. 34ാമത്തെ ചോദ്യം ബയോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മിനുസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ തെറ്റായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അസ്ഥിയുമായി ചേർന്നല്ല മിനുസപേശികൾ കാണപ്പെടുന്നത്. അതുപോലെ മിനുസപേശിയിൽ കുറുകെ വരകൾ കാണപ്പെടുന്നില്ല. ഇതിൽ ശരിയായ പ്രസ്താവനകൾ മിനുസപേശി രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. അതുപോലെ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതിന് സഹായിക്കുന്നു. ഇതെല്ലാം SCERT ബയോളജിയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ 5 മുതൽ 10 വരെയുള്ള SCERT സയൻസ്
ഭാഗങ്ങൾ എല്ലാ വിഷയങ്ങളും നോക്കി വെക്കേണ്ടതാണ്. 35-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഇത് തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. വാരിയെല്ലുകളിൽ 24 അസ്ഥികൾ ആണുള്ളത്. നമുക്കറിയാം മാറലിൽ ഒരു അസ്ഥിയാണുള്ളത്. നട്ടെല്ലിൽ 24 അസ്ഥികളുണ്ട്. തലയോടില് 22 അസ്ഥികളാണ് കാണപ്പെടുന്നത്. 36-ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. 37-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ 1-ാമത്തെ പ്രസ്താവനയാണ്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. വിജാഗിരി സന്ധി കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. പിന്നെ ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി എന്ന് നൽകിയിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്. കീലസന്ധി കഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തലയോട്ടിയെ ആദ്യ കശേരുവുമായി ബന്ധിപ്പിക്കുന്ന അസ്ഥിയാണ് കീലസന്ധി. 38-ാമത്തെ ചോദ്യം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ലൈസോസോം ആണ് ഉത്തരം. ലൈസോസെയിം എന്നും പറയപ്പെടാറുണ്ട്. ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. 39-ാമത്തെ ചോദ്യം രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു ശരീരത്തിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കുമ്പോൾ ഒരു പ്രത്യേക ക്രമമുണ്ട്. ആ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു മുറിവേറ്റ ഭാഗത്ത്. അതിനുശേഷം പ്രോത്രോംബിൻ ഉണ്ടാകുന്നു. ഈ പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു. പിന്നെ അതിനുശേഷം ഫൈബ്രിൻ നാരുകളായി മാറി ഒരു വലക്കണ്ണി പോലെ മുറിവിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 40-ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്.